ഉരുൾപൊട്ടലുണ്ടായി. ഈ കവറ് എല്ലാം ഒലിച്ചു പോയായിരുന്നു. അത് നമ്മളിപ്പോ ഇതിനകത്ത് കണ്ടായിരുന്നു, ന്യൂസിനകത്ത് കണ്ട്. അപ്പൊ ഈ നക്കീറും ഒക്കെ അതിനകത്ത് ഒലിച്ചു പോയോന്നുള്ളത് എനിക്കൊരു സംശയം. അതല്ല, എനിക്ക് സംശയം തോന്നിച്ച് എല്ലാവർക്കും ഈ പാപം അനുസരിച്ചാണോ അടി, അതോ എന്തേലും നിബന്ധനയുണ്ടോ? അതായത് ഇന്നത് ചെയ്താലാണ് അടി, അങ്ങനെയുണ്ടോ? അതോ ചേച്ചി എല്ലാ ഞാൻ പാപത്തിനും പറഞ്ഞുതരാം. അടിയുണ്ടോ? അതുണ്ട് 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 ചേച്ചി അതുണ്ട് ഞാൻ അതുണ്ട്. പറഞ്ഞുതരാം. അതെന്താ വെച്ചാല് ഇപ്പോ അതെങ്ങനെയല്ല വിഷയം ഒന്ന് യേശു പറഞ്ഞുതരൂ. അതെ, യേശുവിനെ അംഗീകരിക്കാത്ത ആളാണെങ്കിൽ നരകത്തിലാണ്, യേശുവിനെ അംഗീകരിച്ച മുസ്ലിം ആണെങ്കിൽ സ്വർഗത്തിലാണ്. അതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. യേശുവിനെ അംഗീകരിക്കണം. യേശു ഇസ്ലാമിലുണ്ട് ഇല്ലല്ലോ? യേശുവിനെ ഈസയാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, അതിപ്പോ ആകെ ഒന്ന് ലോകത്തൊന്നിലുള്ളൂ, മറിയം ബീവിക്ക് ഉണ്ടായ പുത്രൻ യേശു ക്രിസ്തു, ഈസാ നബി, മകരീസ, ജീസസ്. ഞാൻ എന്തൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇതൊന്ന് പറഞ്ഞു കൊടുക്കും. ലോകത്തൊന്നിലുള്ളൂ. എന്തായാലും ഒക്കത്തില്ല. ഈ ഈ ഈസയും യേശു ഒന്നല്ല എന്റെ മകരീസ. എന്നാ നിങ്ങൾ തെളിയിക്ക്. യാതൊരു പുലബന്ധം പോലും ഇല്ല. മറിയം ബീവിക്കുണ്ടായ വേറൊരു തെളിയിക്കാൻ, പുത്രൻ അതല്ലേ നിങ്ങൾ തെളിയിച്ചിരിക്കുന്ന. തെളിയിക്ക്. ഈസയുടെ ജന്മം എവിടാ? ഈസ എവിടെയാണ് ജനിച്ചത്? ഈസയുടെ മാതാവിന്റെ ബന്ധുമിത്രാദികൾ ആരൊക്കെയാ? പലസ്തീനിൽ ജെറുസലേമിൽ നസറത്ത് പട്ടണത്തിൽ. ഫലസ്തീനില്ല, അതെ അതെ നസറത്ത് ജെറുസലേം. പട്ടണത്തിൽ എങ്ങനെ ഈ പനയുടെ ചോട്ട് ജനിച്ചോ? അതെ അതെ അതെ, ജെറുസലേമിലെ നസറത്ത് പട്ടണത്തിൽ, മിഡിൽ ഈസ്റ്റിലെ ഓ, ജെറുസലേമിൽ നസറത്ത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ പട്ടണത്തിൽ. ഈ പന നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ അതെ, അവിടെ ഈന്തപ്പനയുടെ ഈന്തപ്പന ഉണ്ടല്ലോ അവിടെ. അത് അതൊക്കെ കുന്നിൻ ചെരുവിലെ മരുഭൂമിയല്ലേ ഈന്തപ്പന ചേട്ടാ? എന്ന് പറയുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് മൊത്തം മരുഭൂമിയല്ലേ? ഏ? നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് മിഡിൽ ഈസ്റ്റുമായിട്ടുള്ളത് ചേട്ടാ? അച്ഛൻ കുഞ്ഞെ, നിങ്ങൾക്കൊരു അതെ, ബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്കല്ലേ ബന്ധമുള്ളത്? ബന്ധമുള്ളത്. അല്ല, ഈ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് എന്താണ് രാജ്യങ്ങൾ ബന്ധമുള്ളത്? മുഴുവൻ ഇസ്ലാമികമല്ലേ? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, യേശു അല്ല, ജനിച്ച നാട് മുഴുവൻ, അതായത് ഇത് പ്രവാചകന്മാർ, ടേപ്പ് തുറന്നു ബൈബിളിൽ വെക്കണ്ട, പറയപ്പെട്ട ഞാനൊന്ന് പ്രവാചകന്മാരുള്ള പറഞ്ഞോട്ടെ. നാട് മുഴുവൻ മിഡിൽ ഈസ്റ്റ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നക്കീറും എന്തുവാ, നക്കീറും പിന്നെ ആരാണ്? മുൻകീറും മുൻകർ നക്കീറും. ചേട്ടാ, മുൻകർ നക്കീർ. എന്താ പേരെന്താ? മുൻകർ നക്കീർ. ഒന്നുകൂടെ മുൻകർ പറഞ്ഞത്. നക്കീർ. ചേച്ചി, മുൻകർ ആ നക്കീർ. മുൻകറും ഓക്കെ. നക്കീറും കൂടെ അടിക്കുമ്പോഴും നക്കീർ, ചവിട്ടുമ്പോഴേ ഓക്കെ. ഈ അത് ഞാൻ ചോദിക്കുന്നത്, അത് ഈ കഴിഞ്ഞ ഫിസിക്കലിലുള്ള വെള്ളപ്പൊക്കത്തില് അല്ലെ, സംഭവമല്ല ചേട്ടാ. നോക്ക അത് ആത്മാവിനോടാണ് മെഗരീസ ചോദ്യം കേട്ടോളൂ, ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അത് കാണാനും മെഗരീസ ഉൾക്കൊള്ളാനും കേട്ടോളൂ. കഴിയത്തില്ല ചേട്ടന്മാരെ. അല്ലല്ല, മെഗരീസ ഒന്ന് അച്ഛൻ കേൾക്ക്. ബ്രദറിന് പറയാൻ കൊടുക്ക. അച്ഛൻ ബ്രദറിനോട് സമയം ഞാൻ ഒന്ന് കൊടുക്കും. പറയുന്ന കേക്കൂ. മനസ്സിലാവില്ല. ഓക്കെ. അതായത് മെഗരീസ, ഈ വെള്ളപ്പൊക്കത്തില് ഉരുളുപൊട്ടി ഈ കവറുകളെല്ലാം ഒലിച്ചുപോയി. അപ്പൊ ഈ കവറ് എല്ലാം വിശാലമാക്കി ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന ചിലപ്പോ കവറ് കാണുമല്ലോ, അത് ഒലിച്ചു പോയപ്പം ഈ നക്കീർ അവിടെ കിടന്ന് അടിക്കുകയായിരുന്നു, ചവിട്ട് അടിക്കുകയും തൊഴിക്കുകയൊക്കെ. അപ്പൊ ഈ കവറിനോടൊപ്പം ഈ നക്കീർ ഒലിച്ചു പോയോ? അത് കിടന്ന ആളെന്തായാലും ഒലിച്ചു പോയി. ഈ നക്കീർ ഒലിച്ചു പോയോ? അതൊന്ന് പറഞ്ഞാണ്. അച്ഛൻ കുഞ്ഞ് ചിരിപ്പിച്ച് കൊല്ലുമല്ലോ. അച്ഛൻ കുഞ്ഞ് അതൊന്ന് ഇത് പറഞ്ഞു തന്നെ, അത് ഭൗതികമായിട്ടുള്ള. പറഞ്ഞു തന്നെ. അച്ഛൻ ബ്രദറിന് അറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. ഒന്ന് പറഞ്ഞു തന്നെ, അപ്പൊ അറിയാത്തോണ്ട് ഞാൻ എനിക്കും ഒന്ന് പറഞ്ഞുതരാം അച്ഛൻ പഠിക്കാമല്ലോ. കുഞ്ഞെ. അത് ഭൗതികമായിട്ടുള്ള കാര്യമല്ല, അത് ആത്മാക്കളോടുള്ള കാര്യങ്ങളാണ്. ആത്മാവിന് എന്ത് ഭൂമി, എന്ത് കാറ്റ്, എന്ത് മഴ, എന്ത് വെള്ളപ്പൊക്കം? ആത്മാക്കൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടോ? ആത്മാവിനോടാണ് അവിടെ ചോദ്യങ്ങൾ അല്ല, പിന്നെ ചോദിക്കുന്നത്. നിങ്ങൾ ആത്മാക്കളാണ് അവിടെ ശാന്തി അടങ്ങുന്നത്. അല്ലല്ല, കവറ് ആത്മാവ് തന്നെ ആ വിസ്തീർണമാക്കണം എന്ന് പറയുന്നത് കബറിനുള്ളിലല്ല. എന്തുവാ? എങ്ങനെ? കവറ് വിസ്തീർണമാക്കണം, ലൈറ്റ് ഇടണം, മുത്തപ്പ അതിന്റെ ലൈറ്റ് ഇടണം, അർത്ഥം എന്താ മുത്തപ്പ വെച്ചാൽ, എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത്. നല്ല ആത്മാവാണെങ്കിൽ അവിടെ വിശാലത, ആ ആത്മാവിനെ അവിടെ ഫീൽ ചെയ്യും, അനുഭവപ്പെടും. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കബറ് ഒലിച്ചു പോയിട്ടുണ്ടാവും, കബറിന് അവിടെ ഒന്നും കാണൂല. അതല്ല ഇവിടെ ഉള്ളത്. ആത്മാക്കളോടാണ് ഇവിടെ ചർച്ച. മരണപ്പെട്ട് കഴിഞ്ഞാൽ ജഡം എന്തായി? ശവമായി കഴിഞ്ഞു. ജഡത്തിന് ഒന്നിനും കഴിയില്ല. പിന്നെ ഉള്ളത് എന്താണ്? ആത്മാവ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് ഓരോ മനുഷ്യരിലും ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ ആത്മാവിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നതും. നല്ലതാണെങ്കിൽ നല്ല ഫീലിംഗ് കിട്ടും, ചീത്തതാണെങ്കിൽ ചീത്ത. അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവത്തിലാണ് അദ്ദേഹത്തിന്റെ വിശ്വാസമെങ്കിൽ അത് പെട്ടെന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ് നല്ല ഇതിലേക്ക് തന്നെ പോകാൻ കഴിയും. അപ്പൊ ഈ ആദ്യം മുൻകീറും പ്രധാനപ്പെട്ടത് നക്കീറും എന്താണ്? അപ്പൊ ഈ മുൻകീറും നക്കീറും എന്നൊക്കെ പറയുന്നത് ഇതാണോ? ആത്മാക്കളാണല്ലേ, മലക്കുകളല്ലേ? അവര് മലക്കുകളാണ്. ഞാൻ മനുഷ്യന്റെ കഥ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ച മനുഷ്യനെക്കാളും അങ്ങനല്ല. ആത്മാവല്ലേ? ഇവരല്ലേ ഈ അപ്പൊ ഈ ഖബറ് വിസ്തീർണം ആക്കുന്നതും ട്യൂബ്ലൈറ്റ് ഇടുന്നതൊക്കെ അപ്പൊ ഇവരല്ലേ? ട്യൂബ് ലൈറ്റ് അല്ല ചേച്ചി, അതൊക്കെ നിങ്ങളുടെ വർണ്ണനയും ഇതാണ്. അത് വർണ്ണന ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ മരണത്തിന് ശേഷം ബന്ധിപ്പിച്ചാൽ എങ്ങനെ ശരിയാകും ചേച്ചി? മരിച്ചു കഴിഞ്ഞാൽ അത് ട്യൂബ്ലൈറ്റ് ആത്മാക്കളുടെ ലോകം, ഇടണം. അത് വേറെ ലോകം. മരണത്തിന് ശേഷം അത് വേറെ ലോകം, ആത്മാക്കളുടെ ലോകം. അപ്പൊ ഈ അബ്രഹാം ഒക്കെയോ?
അബ്രഹാം അവര് സ്വർഗത്തിലാണോ ഉള്ളത്, അതെ, അതോ ഈ അവര് ഇപ്പോഴും പുണ്യാത്മാക്കൾപ്പെട്ട കബറിനകത്താണോ? ആളുകൾ മരിച്ചു എന്ന് ഞങ്ങൾ പറയാറില്ല. വഫാത്തായി എന്നാണ്, അള്ളാഹുവിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. അള്ളാഹുവിലേക്ക് എടുക്കപ്പെട്ട അപ്പൊ സ്വർഗത്തിലുണ്ടാവും അവരെപ്പോ അവരൊക്കെ. എവിടെയാ? അപ്പൊ എവിടെയാ? അവരൊക്കെ ഇപ്പൊ കബറിനകത്താണോ അതോ സ്വർഗത്തിൽ ഉണ്ടാവും. സ്വർഗത്തിന്റെ മണവും മുഹമ്മദോ? കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ടാവും. അലിപ്പാസ് അപ്പൊ അടി ഒരു സെക്കൻഡ് ഒരു കൊള്ളുന്നത് സെക്കൻഡ് അടി ഒരു കൊള്ളുന്നത് സെക്കൻഡ് എവിടെയാണ്? ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അലിപ്പാസ് പ്രൈസലോട്ട് നമ്മുടെ മെഗരീസിനെ ഒന്ന് കൈകാര്യം പ്രൈസലോ. ചെയ്യണേ. എനിക്കൊരു ലേശം തിരക്കുണ്ട്, അതുകൊണ്ട് ഒന്ന് കൈകാര്യം ചെയ്യണം അച്ഛനെ മെഗരീസിനെ. പോയല്ലേ, അയ്യോ ആ അച്ഛനെ ആ പോയല്ലേ. കവറൊക്കെ ഒലിച്ചുപോയി. ആ കവർ ഒലിച്ചുപോയി. അവിടെ കിടന്ന കവറിൽ കിടന്ന ഈ വ്യക്തിയും അതുപോലെ ഈ നക്കീറും മുക്കീറും ഒക്കെ ഒലിച്ചു അച്ഛൻ പോയിട്ടുണ്ടോ? മുന്നേ എവിടെ പിന്നെ അവരെ ചിരിപ്പിക്കല്ലേട്ടാ. എവിടെയിട്ടാണ് ചിരിപ്പിക്കണേന് ഒരു ചവിട്ടുന്നത്? പരിധിയുണ്ട്. ഒന്ന് പറയണേ. ഈ അടി കൊള്ളുന്നത് എവിടെയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ ആ അലി അലി ചേച്ചി, ബ്രദറെ. അടികൊള്ളുന്ന അതായത് ഇവര് പറയുന്നു മരിച്ച് അലിയാക്കാക്ക് എങ്ങനെ പറയാൻ മേരിഷ കഴിയും? ഞാൻ ഒന്ന് അലി ബ്രദറിന്റെ അടുത്ത് ഒന്ന് അല്ല സംസാരിച്ചോട്ടെ, അല്ല ഒരു ചേച്ചി, മിനിറ്റ്. അലി ബ്രദർ. പക്ഷേ അതായത് എനിക്ക് പേര് ശരിക്കും പറയാൻ അറിയില്ല, മേരിഷ് പറഞ്ഞു തന്നായിരുന്നു. എന്താ മുക്കീറും നക്കീറും രണ്ടുപേരും ഇങ്ങനെ പാപം ചെയ്തവരെ അടിക്കും എന്നാ മേറിഷിനൊപ്പം പറഞ്ഞത്. കബറി അടിക്കാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പം മേറിഷ് പറഞ്ഞു കേട്ടു, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുവോ അതോ പോകാൻ വെയിറ്റ് ചെയ്യുവാണോ, അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം. പക്ഷെ ഇത് എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് അടിക്കുന്നത്, എന്തിനാണ് ഈ അടി കൊള്ളുന്നത്, എല്ലാവർക്കും അടി ഉണ്ടോ, അതോ എന്തെങ്കിലും നിബന്ധന വെച്ചാണോ അടി, അതോ അപ്പം ഈ അടിക്ക് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ, അതോ ഇന്ന പാവത്തിന് ഇത്ര അടി അങ്ങനെ ഉണ്ടോ, അതോ ഈ ഇന്ന് ഖബർ വിസ്തീർണമാക്കുന്നത് ഇത്ര 20% നല്ല ആൾക്കാർക്ക് ഇത്ര വിസ്തീർണം, 40% അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ ഇനി ട്യൂബ് ലൈറ്റ് ആണോ, എങ്ങനെയാ ഇതിന്റെ ഒരു ഇതെന്ന് അറിയാനാണ് എന്റെ ചോദ്യം അതായിരുന്നു. പറഞ്ഞോളൂ സഹോദര. ഞാൻ താങ്കൾ പറഞ്ഞ എന്താണെന്ന് കേട്ടിട്ടില്ല. മാരീസ് എന്തോ പറഞ്ഞതെന്ന്. മാരീസ് മുസ്ലിം ആണോ? അതെ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാണ് അലിബാസ്. യേശുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിം എന്ന് അങ്ങനെ ഒരു മുസ്ലിം ഇല്ലല്ലോ എന്നാ മാരീസ്. യേശുവിനെ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല അല്ലെങ്കിൽ സഹോദരാ. അല്ലെങ്കിൽ മുഹമ്മദിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അല്ലല്ല, അല്ലെങ്കിൽ അങ്ങനല്ല യേശുവിൽ പറയുന്നത്. വിശ്വസിക്കുന്ന സകല ഒരു വിശ്വാസി. പ്രവാചകരിലും യേശുവിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. അങ്ങനെ പറയുന്നത് യേശുവിലല്ല, ഈസയിൽ അതെ, വിശ്വസിക്കുന്നു എന്ന് പിന്നെ പറയുന്നു. വേറൊരു ഈശ ഇല്ലല്ലോ. യേശു ഈസ ഈസ യേശു ഒന്നല്ലല്ലോ, ഒന്നാണ്. രണ്ടും രണ്ട് വേറെ കഥാപാത്രങ്ങളല്ലേ. ജെറുസലേമിൽ ജനിച്ച വേറെ, മറിയമിൽ ജനിച്ച, പിതാവില്ലാതെ ജനിച്ച വേറെ യേശു ലോകത്തില്ലല്ലോ. ഇനി വേറെ യേശു ഇല്ല. യേശു ജനിച്ചത് മറിയാമിലല്ലല്ലോ. ഈസ ജനിച്ചത് സഹോദരിയായ അതല്ല, മിര്യാമിലാണ്. മിരിയാം എന്ന് പറഞ്ഞ ഭാഷയെ മോശയുടെ ഖുർആനിലില്ല. സഹോദരിയാണ്. മറിയം, മറിയം. മോശയുടെയും ഹാരൂന്റെയും സഹോദരിയായ മറിയം, അതിലാണ് ഈസ മിരിയാം ജനിച്ചത്. അല്ല, മറിയം എന്നാണ് പക്ഷെ യേശു പറയുന്നത്. ജനിച്ചത് വേറെയാണല്ലോ. അത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഖുർആനിൽ നിങ്ങൾക്കവിടെ പറയുന്നല്ലോ, തെളിയിക്കൂ. ബൈബിള് പറയുന്നത്. ജെറുസലേമിൽ വേറൊരു മറിയാമിന് ജനിച്ച, പിതാവില്ലാതെ ജനിച്ച വേറൊരു യേശുവിനെ നിങ്ങൾ കാണിക്കൂ. ഖുർആനിലുള്ളത് അവിടെയല്ലേ വേറൊരു അത്? യേശു. സുഹൃത്തെ, താങ്കൾ തെറ്റിദ്ധരിക്കരുത്. യേശുവും ഈസയും ഒന്നല്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ തെളിയിച്ചോ. സംബന്ധിച്ചിടത്തോളം ജെറുസലേമിൽ നസറത്ത് പട്ടണത്തിൽ മറിയാമിന് തെളിയിക്കണല്ലോ. ജനിച്ച, ഇവിടെ പല മറിയത്തിൽ പ്രാവശ്യം ജനിച്ച തെളിയിക്കപ്പെട്ടതാണ്. വേറൊരാളെ തെളിയിക്കൂ. ഇവിടെ ഇവിടെ പല പിതാവില്ലാതെ വേറെ പ്രാവശ്യമായിട്ട് ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ആദ്യ നബി അല്ലാതെ പിതാവില്ലാതെ ജനിച്ച ഒരാളെ പറയൂ. അത് യേശുവാണ്, ഞങ്ങളുടെ യേശു, ആദം ഞങ്ങളുടെ നബി, സ്വന്തം യേശു. നിക്ക് അതിന് തന്നെ മറുപടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദം ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യനില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ജനനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു മനുഷ്യ. കാരണം മനുഷ്യനില്ല. അപ്പൊ അതുകൊണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയ അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് ബൈബിള് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് മനുഷ്യനില്ലായിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പും പിമ്പും മനുഷ്യനുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ജനനത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് മേറീസ് പറഞ്ഞതിന് ശേഷം അടുത്ത വിഷയത്തിലേക്ക് പോകാം. കാരണം അങ്ങനെ ഒരു ജനനത്തിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാ പ്രവാചകന്മാരും മാതാപിതാക്കളിലൂടെ ഈ ഭൂമിയിൽ വന്നവരാണ്. എന്നാൽ യേശു മാത്രം പിതാവില്ലാതെ ജനിച്ചു. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ജനനം? അതിന്റെ ആവശ്യകത എന്തായിരുന്നു? അത് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നില്ല. അതെന്താണെന്ന് പറയൂ സുഹൃത്തെ. അതാ മേരിഷ പറയുന്നത്. അതിന് പറയും. പിതാവില്ലാതെ യേശു വന്നു ലോകത്ത്. ആകെ ഒരാളെ പിതാവില്ല വന്നു. മാതാവും പിതാവും ഇല്ലാതെ അതിന് മുമ്പ് ഒരാൾ വന്നിട്ടുണ്ട്. അതും ഞങ്ങളുടെ പ്രവാചകനാണ്, ആദ്യ നബി. ആദ്യ നബി ഞങ്ങൾക്ക് സാധാരണക്കാരനല്ല, പ്രവാചകനാണ്. മാതാവും ഇല്ല, പിതാവും ഇല്ല. അപ്പൊ ഇവിടെ യേശു വന്നത് എന്താണ്? പിതാവില്ലാതെ, മാതാവുണ്ട്.
വേറൊരാള് ലോകത്ത് അങ്ങനെ അതിന്റെ ഇല്ലല്ലോ. പിന്നെ അതിന്റെ ഞങ്ങൾ വേറെ ആളോ? കാരണമാണ് മഹർഷി ഞാൻ പറഞ്ഞത്. ആദമിന് മുമ്പ് മനുഷ്യനില്ലായിരുന്നത് കൊണ്ട് പിതാവില്ലാതെ മാതാവില്ലാതെ ദൈവത്തിന് അങ്ങനെ ഒരു വ്യക്തിയെ സൃഷ്ടിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. കാരണം യേശു ജനിക്കുന്നതിന് മുമ്പും മനുഷ്യനുണ്ട്, പിമ്പും മനുഷ്യനുണ്ട്. പിന്നെ മാതാവ് മാത്രം പിതാവില്ലാതെ യേശുവിനെ പോലെ ഒരു വ്യക്തി പരിശുദ്ധനായി ജനിക്കേണ്ടതായ ആവശ്യം മുഹമ്മദ് വരെയും പാപിയാണെന്ന് പറയുമ്പോൾ ലിയഗ്ഫിറലക്കല്ലാഹുമാ തഖദ്ദമ മിൻ ദംബിക മാ തഹക്കറ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി മുഹമ്മദ് വരെ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ഹദീസിൽ പറയുന്ന യേശു എന്റെ ജനനത്തിലും ഇബിനാസിനാൽ കുത്തപ്പെടാത്ത ഏക വ്യക്തി എന്ന് പറയുന്ന യേശു മാത്രമാണ്. അതെ, അതിന്റെ അതാണ് ഇസ്ലാം ആവശ്യം പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു മൊഹറൂസ് അതെ, വ്യക്തമാക്കിയതിന് ശേഷം അടുത്ത അതിന്റെ വിഷയത്തിലേക്ക് പോകാം. പരിച്ഛേദാർത്ഥം ഈ ഇങ്ങനെ അല്ല, ഒരാള് ഈ വന്നിട്ട് ആദാമിന്റെ ഇങ്ങനെ ഇണയെ കൂടെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ചോദിക്കണേ. ഞാൻ ഇടപെടുക. അലിപ്പാസ് ആദാമിന്റെ ഇണയും കൂടെ ഒന്ന് ചോദിക്കണേ. ഒരു സെക്കൻഡ് അതും കൂടെ ആ സൃഷ്ടിയും കൂടെ ഇപ്പൊ പറയും. ഒറ്റ ആ സെക്കൻഡ് ഇനിയിപ്പോ എന്നെ ഒഴിവാക്കാനുള്ള ആള് മോൻസിച്ചേട്ടൻ അല്ല വന്നു, അല്ല അല്ല എന്നെ ഞാൻ ഒഴിവാക്കും. ഒഴിവാക്കാനല്ല അല്ലല്ല മെറിഷിനല്ല മെറിഷ് എംഒ ആൻഡ് JR ഇവിടെ ഇരുന്ന് ചാറ്റിലിരുന്ന് അനാവശ്യമായ ചാറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തെ എടുത്ത് പുറത്തു കളയും. മോൻസി ബ്രദറെ അവര് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പൊ മെയിലിലേക്ക് എടുക്കാതിരുന്നേ, കാരണം മെഹറിഷിന്റെ കഴിഞ്ഞിട്ട് നമുക്ക് അവരെ എടുക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവര് ഹാൻഡ് റൈസ് അല്ല, ചെയ്തായിരുന്നു. ഇവിടെ ഇരുന്ന് അനാവശ്യമായിട്ടുള്ള അബ്യൂസീവ് ആയിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്താൽ MR ആയാലും ആരായാലും JR ആയാലും MO ആയാലും എടുത്ത് തോട്ടിലോട്ട് പുറത്തേക്ക് കളയും. അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ ചാറ്റ് ചെയ്യുക, കാരണം ഇത് ലൈവ് പോകുന്നതാണ്. MOയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ മേളിലേക്ക് വിളിക്കാം, അന്നേരം ബാക്കിയുള്ളത് മാനവരിൽ മനോഹരന്റെ ഒക്കെ കഥകളൊക്കെ ഞങ്ങൾ പറയാം. അല്ലല്ല, ദൈവത്തെ MO വെക്കേണ്ട കാര്യമില്ല ബ്രോ. റൂട്ട് എടുത്ത് വെളിക്കള. അവനെ ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. അവൻ പച്ചത്തെറി മാത്രമേ കമന്റിനകത്ത് എഴുതുന്നുള്ളൂ. അവനെ എടുത്ത് വെളിക്കള ബ്രദറെ. നമുക്ക് മാന്യമായിട്ടുള്ള എമ്മോ ചർച്ച. കാർത്തികനാണല്ലോ കേട്ടോ മോഡാരാ ഉള്ളേ? ബ്രദറെ. എമ്മോ ഞാൻ കാർത്തികനാണോ കളഞ്ഞോളാം. മോഡായിട്ടിരിക്കുന്ന ഒരാൾ നോക്ക്. ചുമ്മാ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യം കൂടെ ചെയ്യരുത്. അത് ആരാ സൈത്താൻ എന്നുള്ളത് കറക്റ്റായിട്ട് ഖുറാൻ വായിച്ചാൽ മതി. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് മോൻ പോയി ഖുറാൻ പഠിച്ചേച്ചു വാ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ വായിട്ടളിക്കാതെ. കേട്ടില്ലേ? അപ്പൊ പറയൂ മേറിഷെ. കാല ഇന്നമ അന റസൂല റബ്ബിക ലി അഹബിലക ഹുലാമൻ സക്കിയ എന്നാണ് ഈസാ നബിയെ കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നത്. പരിശുദ്ധനായ ദൈവം പാപരഹിതനായവൻ, പാപം ചെയ്യാൻ പറ്റാത്ത വ്യക്തി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് സൂറത്തിൽ മറിയമ്മില്. അത് എന്തിനായിരുന്നു? പാപം മുഹമ്മദ് വരെയും പാപം ചെയ്തപ്പോൾ ആദ്യവും പിന്നീടും മുഹമ്മദ് പാപം ചെയ്തപ്പോൾ കാല ഇന്നമാന റസൂല റബ്ബിക എന്നാണ് ഈസാ നബിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് പാപരഹിതനായ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പ്രത്യേകമായി ജനിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? മെഹറൂബ് വ്യക്തമാക്കുക. അതന്നെ ഞാൻ പറഞ്ഞത്. യേശുവിനെ അത്രയേറെ മഹത്വപ്പെടുത്തിയ മതം ഇസ്ലാമാണ്, ഖുർആനാണ്. അതുകൊണ്ടുള്ള പാപം ചെയ്യാത്ത വ്യക്തി വളരെ സൗമ്യൻ, ശാന്തൻ, സമാധാനപ്രിയൻ എന്ന് യേശുവിനെ പരിചയപ്പെടുന്ന ഖുർആനാണ്. ഖുർആനിൽ യേശു അപ്പൊ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനേക്കാൾ എത്രയോ വലിയവനല്ലേ? അപ്പൊ മുഹമ്മദിന്റെ ആവശ്യമുണ്ടോ? അല്ല, അവിടെ തന്നെ പറയുന്നുണ്ട്, ഇനി മുഹമ്മദ് നബി ഉള്ള ഈ മുഹമ്മദ് നബിയുടെ ഈ കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്, യേശു തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബിയുടെ അനുയായി ആയിട്ടാണ് വരുന്നത്. അല്ല, മുഹമ്മദ് നബി അനുയായോ? പാപിയായ വ്യക്തിയുടെ അനുയായിയായിട്ട് പരിശുദ്ധനായ ഒരു വ്യക്തി വരുമോ? അല്ല, ആര് പറഞ്ഞു? മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? മുഹമ്മദ് നബിയെ കുറിച്ച് മഹാപാപി എന്ന മാരണം ബാധിച്ചവൻ പറഞ്ഞേക്ക് മാരണം ബാധിച്ചവൻ, ആത്മഹത്യ ചെയ്യാൻ പോയവൻ, സമാധാനമില്ലാത്തവൻ, ഒരു രീതിയിലും ഒരു മനുഷ്യനുമായി യോജിക്കാൻ പറ്റാത്തവൻ, മാതൃക പിൻപറ്റാൻ പറ്റാത്ത വ്യക്തിയാണ് മുഹമ്മദ് എന്ന് ഖുർആനിലും ഹദീസുകളിലും ഇസ്ലാമിക ചരിത്രങ്ങളിലും സീറകളിലും തഫ്സീറുകളിലും വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പിൻഗാമിയായ പരിശുദ്ധനായ ഒരു വ്യക്തി വരികയാണോ? അത് നിങ്ങൾക്ക് തെറ്റി. 68-ാം അധ്യായം 4 പറയുന്നു, മുഹമ്മദ് നബി നീ മഹത്തായ സ്വഭാവത്തിന് ഉടമയാകുന്നു, നീ മഹത്തായ ജീവിതത്തിൽ ഉടമയായ വ്യക്തിക്കാണോ ഈ പിശാച് ബാധിച്ചത്? സുബോധമില്ലാതെ കാണുന്ന പനകളൊക്കെ പന പോലെ ആയി തീർന്നത് മഹത്തായ വ്യക്തിക്കാണോ? അങ്ങനെയാണെങ്കിൽ 40 ദിവസം പിശാച് ടൂർ കൊണ്ടുപോയില്ലേ യേശു ക്രിസ്തുവിനെ?
40 ദിവസം പിശാച്ച് അത് പരീക്ഷിച്ചില്ലേ? എവിടെയാണെന്ന് പറയൂ, ലോകം അത് മുഴുവൻ പറയൂ, പരീക്ഷിച്ചില്ലേ? ഒരു അതെന്താണെന്ന് പറയൂ. ഞാൻ ഞാൻ പൊടിയാ മഹർഷെ 40 ദിവസം മഹർഷെ പരീക്ഷിച്ചില്ലേ? അപ്പൊ മഹർഷെ നിർത്തി ആ ഇപ്പൊ പറയുന്ന 40 ദിവസം യേശു ക്രിസ്തുവിനെ പിശാച് കൊണ്ടുവന്ന റെഫറൻസ് വെച്ച് റെഫറൻസ് ബൈബിൾ റെഫറൻസ് വരയ്ക്കട്ടെ, ഒരു റെഫറൻസ് മിനിറ്റ്. ബൈബിൾ റെഫറൻസ് വരയ്ക്കട്ടെ, ബൈബിൾ വരയ്ക്കട്ടെ, ബൈബിളൊക്കെ ബൈബിൾ പറഞ്ഞു. വരയ്ക്കട്ടെ, ബൈബിൾ വരയ്ക്കട്ടെ, ഒരു മിനിറ്റ്. പിന്നെ റെഫറൻസ് എടുക്കുമ്പം അലീഷ് ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു ജെറുസലേമിൽ ജനിച്ചു എന്നാണ് നമ്മുടെ ഇസ്ലാം വിശ്വസിക്കുന്ന പറഞ്ഞത്, പാലസ്തീനിൽ. അതിന്റെ തെളിവും കൂടെ ഒന്ന് ചോദിക്കണേ, കാരണം അത് ഞാൻ എവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യം. യേശു ക്രിസ്തു മിഡിൽ ഈസ്റ്റ് എല്ലാരും ഇസ്ലാം കൺട്രീസ് ആയതുകൊണ്ട് യേശു ക്രിസ്തു അവിടെ ജനിച്ചെന്ന് ഇപ്പം പറഞ്ഞായിരുന്നു മേറിഷ്. അതൊരു പുതിയ അറിവായിരുന്നു. അതിന്റെ എവിഡൻസും എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ആദ്യം 40 ദിവസത്തിന്റെ റെഫറൻസ് കൊണ്ട് വരട്ടെ. യേശു ഞാൻ ക്രിസ്തു അത് കഴിഞ്ഞിട്ട് മതി, എടുക്കട്ടെ റെഫറൻസ് എല്ലാം വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി സംസാരിപ്പിക്കണുള്ളൂ. വന്ന ആളെ വെറുതെ പൊട്ടനാക്കണ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. വചനം എടുത്തോളൂ. ലൂക്കോസിൽ 4-ാം അധ്യായം. ഉം. അങ്ങനെ പിശാചു സകല പറഞ്ഞു. പരീക്ഷയും തികച്ച ശേഷം ആ വായിച്ചരാം. സകല പരീക്ഷയും തികച്ച ശേഷം അല്ല അത് ആൾക്ക് വായിച്ചരാം. പറഞ്ഞോളൂ, വായിക്ക്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചു അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പരീക്ഷയിൽ അകപ്പെട്ടോ? പരീക്ഷയിൽ അകപ്പെട്ട് ഇരുന്നു എന്നല്ലേ വായിക്കുന്നത്? അകപ്പെട്ടു 40 ദിവസം അകപ്പെട്ടു. ഇല്ല, ഇതെവിടെ വായിക്ക്, അതവിടെ വായിക്ക് വളരെ വ്യക്തമായി. അപ്പോൾ പിശാച് അവനോട് പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ പരീക്ഷയിൽ അകപ്പെട്ടോ എന്നാ ചോദിച്ചത്. അകപ്പെട്ടോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ചോദിക്കേണ്ടത്. അവിടെ ഉള്ളതുപോലെ വായിക്ക്. അതെ, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ, താഴത്തോട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. മഹർഷ അൺമ്യൂട്ട് ചെയ്യേ. ശരി. 12-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷ തികഞ്ഞ ശേഷം അവനെ വിട്ടുമാറി എന്നാ പറയുന്നത്. പരീക്ഷയിൽ അകപ്പെടാതെ വിട്ടുമാറുകയാണ് പിശാച് ചെയ്തത്. വായിക്കട്ടെ ഞാൻ. വായിച്ചോ. 5-ാം വചനം. പിന്നെ പിശാചു അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഏതാണ് കൂട്ടിക്കൊണ്ടുപോയി? ലൂക്കോസ് 4:5. പിന്നെ പിശാചു കൊണ്ടുപോയി മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരത്തിൽ അവനു കാണിച്ചു. ഓക്കെ, പറഞ്ഞു. മുഴുവൻ വായിക്ക്. ഈ പരീക്ഷണത്തിന് ബാക്കി വായിക്കത്, അത് മുഴുവൻ വായിക്ക്. വായിച്ച 40 ദിവസം പിശാച് അവനെ വായിക്കുന്നേ. എന്തിനാ നിങ്ങൾ ഈ ബേജാറാകുന്നേ? വായിക്ക്, അത് മുഴുവൻ വായിക്ക്. ഒരു ബേജാറും ഇല്ല, ഒരു ബേജാറും ഇല്ല. ഇരിക്കാൻ പറ്റും, ഞാൻ വായിച്ചുതരാം. ഇനിയുണ്ട് വചനങ്ങൾ. അതല്ല, ഇത് വായിക്ക്. ഇനി 6-ാമത്തെ വാക്യം വായിക്കേ. വായിച്ചേരാം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ ഒരു ടെൻഷനും ഇല്ല. വായിക്ക്. ഇനി മത്തായി 4-ലും മത്തായിലേക്കല്ല, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നോക്കാം. 12 വരെ ഉണ്ട്. ഒരു സെക്കൻഡ് ഞാൻ വായിക്കേ. 6 വായിക്കേ, എന്നിട്ട് മത്തായിലേക്ക് പോവാം. ഇതിന് കാട്ട്. പിശാചു രാജ്യങ്ങളും. ഇത് നിങ്ങളെ ബൈബിൾ വചനാണ്. നിങ്ങൾക്ക് അടുത്ത വാക്യം വായിക്കാം, അത് നമ്മൾ കേട്ടു. കൂട്ടിക്കൊണ്ടുപോയി, മേളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. 5 വേണ്ടേ? അല്ല, 5 മേളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പൈശാച് ശ്രമിച്ചു. സകല രാജ്യങ്ങളും ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തു. കാണിച്ചു.
തുടർന്ന് വായിക്കേ. വായിക്കേ, അടുത്ത് അവിടെ വായിക്കേ, സാത്താന്റെ അടുത്ത് വായിക്കേ. ചിറകിലാണ് ഇപ്പൊ യേശുക്രിസ്തു ഇരിക്കുന്നത്. വായിച്ചതിന് അപ്പൊ ശേഷം സാത്താന്റെ ചിറകിൽ വിശദീകരിക്കുക. കയറി ആദ്യം പോയി വായിക്കേ. അവിടെ. സാത്താന് ചിറകിലേറിയിട്ട് യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി. ആ ഏ സാത്താന്റെ നീ അതാരാ ചിറകിലേറി മഹറിഷാണ് എഴുതി വെച്ചാണ് യേശുക്രിസ്തു അവിടെ? അല്ല മഹറിഷ് ഇത് അത് എവിടെ എവിടുന്ന് വായിച്ചേ? പഠിപ്പിച്ചു? ചിറകി കയറി പോയെന്ന് ഇവിടെ എഴുതി കൂട്ടി കാണിച്ചേ. ഇവിടെ ചിറകി കയറി പോയെന്ന് എഴുതി കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചേ. എവിടെ വെച്ചിട്ടാ കൊണ്ടുപോയത് ആ യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയൂ. പറഞ്ഞാൽ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണം? ചിറകി അല്ല കയറ്റിയാണോ അതേ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അത് ഈ 5-ാം വചനം നിങ്ങളത് മഹറിഷ് വിവരിക്കൂ. പിന്നെ അഭ്യാസം പിശാച് അവനെ ഇറക്കല്ലേ? മേലോട്ട് മഹറിഷ് കൂട്ടിക്കൊണ്ടുപോയി. അഭ്യാസം ഇറക്കല്ലേ? അഭ്യാസം മഹറിഷ് അല്ല പറയുന്നത്. പാറമേൽ അടിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ എന്ന് വന്ന് ഓർക്കണ്ടോ? അതുപോലെ അല്ല ആക്കാൻ ഇത് നോക്കല്ലേ. അത് പാറ അവിടെ നിൽക്കട്ടെ. ഈ ശാന്തമാവ്. പിശാച് 40 വെറുതെ ദിവസം യേശുവിനെ എവിടേക്ക് കൊണ്ടുപോയി? അതിന് നിങ്ങൾ ഉത്തരവുണ്ടോ? യേശുവിനെ എങ്ങും 40 കൊണ്ടുപോയില്ല. ദിവസം യേശു കൊണ്ടിരുന്നു 40 ദിവസം യേശു. യേശു ഏത് പരീക്ഷണത്തെ അതിജീവിക്കുവാൻ ശക്തനാണെന്ന് തെളിയിക്കുന്ന പിശാചല്ല. അങ്ങനെ അവന്റെ ശക്തനാണെങ്കിൽ 40 ദിവസം എന്തിന് പിശാച്ചിന്റെ കൂടെ ടൂർ പോയി? 40 ദിവസം എന്തിനാ ടൂറ് പോയോ? പറയണ്ടേ? പോടാ പിശാച്ചി എന്ന് പറയണ്ടേ? ആന്തര പറയണ്ടേ? നീ എന്തിനാ ആരാടാ തെണ്ടി എന്ന് എന്തിനാ പറയണ്ടേ? യേശു 40 ക്രിസ്തു ദിവസം എന്തിനാ ലോകത്ത് വന്നേ? പിശാച്ചിന് യേശു ആദ്യം ക്രിസ്തു എന്തിനാ ലോകത്ത് വന്നേ? യേശു ക്രിസ്തു പിശാച്ചിന് എന്തിനാ ലോകത്ത് വന്നേ? ഈ പിശാച്ചി ബ്രദറെ പിശാച്ച് മെഹറീഷിനെ തൊടുന്നത് പറയണ്ടേ? എന്നെ അറിയത്തില്ല. തൊടണ്ട, ഞാൻ മെ- ദൈവമാണ് എന്ന് അല്ല പറയണ്ടേ? പറഞ്ഞു കൊടുക്കാം, യേശുക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കാം. ഈ മഹർഷെ അല്ല ഞാൻ പറയട്ടെ, ഞാൻ ശാന്തമായിട്ടിരിക്കുക, പറയട്ടെ. ശാന്തമായിട്ടിരിക്കുക, മെഹറീഷ് ശാന്തമായിട്ടിരിക്കുക. ശാന്തമായിരിക്കാതെ ഞാൻ വായിക്കാം. ഞാൻ നിങ്ങൾ വായിക്കാം. വചനം ഞാനത് വായിക്കുന്നില്ലേ? വായിക്കാം. മെഹറീഷ് കേൾക്ക്. ഞാനത് വായിക്കാം. 5-ാം വചനം വായിക്കും. ആ മേലോട്ട് ആറ് കൂട്ടിക്കൊണ്ടുപോയി മുതൽ മഹർഷെ 40 ദിവസം 5 പഠിപ്പിച്ചു. മുതലുണ്ട്. ഞാൻ വായിക്കാം. മെഹറീഷ് മിണ്ടായിരിക്കേ. മ്യൂട്ട് ചെയ്യ്, മ്യൂട്ട് വായിക്കും. ചെയ്യ്. ഞാൻ വായിക്കാം. അലിപ്പാസ്റ്ററെ ആ അത് ഉം. വായിപ്പിക്കണ്ട, അല്ലാതെ തന്നെ പറയിപ്പിക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് വായിപ്പിക്കാം. മഹർഷെ വായിപ്പിക്കല് വചനം അൺമ്യൂട്ട് ചെയ്ത് വായിക്കും. അൺമ്യൂട്ട് ചെയ്ത് വെറുതെ വായത്താരി കേൾപ്പിക്കരുത്. ശാന്തമായിട്ട് 1 to 1 സംസാരിക്കാം. മൈക്ക് ഓൺ ചെയ്തേ. ഞാൻ ചോദിക്കേണ്ട മറുപടി പറ. മൈക്ക് ഓൺ ചെയ്യ്. പറയൂ പറയൂ. റസാഖനെ എടുക്കാട്ടാ. റസാഖനെ എടുക്കാം. ആരാ ഊളാൻ സ്വന്തം കിതാബിനെ പറ്റി പറയാൻ അറിയില്ലാതെ ഒളിച്ചിരുന്ന ഡയലോഗ് അടിക്കാനുള്ള ആംബിയറൊക്കെ ഉള്ളൂ. മേളിലോട്ട് കയറുക. മോൻസി ബ്രദറെ ഞാൻ ജോബി ബ്രദറിന് ഇൻവൈറ്റ് അയച്ചു. ബ്രദറിന് മേലേക്ക് കയറാൻ പറ്റില്ല. ബ്രദർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കൊടുത്തിട്ടുണ്ട്. മഹർഷെ, യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നത്? ശാന്തമായിട്ട് പറ. എനിക്കറിയേണ്ടത് ഈ പിശാച്ച് 40 ദിവസം അത് പറയാലോ. പിശാചിന്റെ കാര്യം പറയാം. പിശാജ് ഏതായാലും ഖുറാനിൽ വന്ന് ചെവിയിൽ മുഹമ്മദിന് ഓതി കൊടുത്ത് എഴുതിപ്പിച്ച സാറ്റാനിക് വേഴ്സസിന്റെ അത്ര ഒന്നുമില്ലല്ലോ. ഇവിടെ വിഷയത്തിലില്ല. ഇവിടെ എന്നാ പിന്നെ ഈ വിഷയം മഹർഷി അല്ലല്ലോ സംസാരിക്കുന്നത്, ഞാനല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചതിന് 1 to 1 മറുപടി പറ. യേശു ക്രിസ്തു എന്തിനാ ലോകത്ത് വന്നേ? ആരായിട്ടാ വന്നേ? അല്ല ഒരു സെക്കൻഡ്. ജോബി ബ്രദർ വന്നോ? ഓക്കെ. വന്നു അച്ഛൻ ബ്രദർ. താങ്ക് യു. ഓക്കെ. എന്താ പറഞ്ഞ പറഞ്ഞേ? കേട്ടില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ലോക സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ ഏക ആരാധ്യനായ ദൈവത്തെ പരിചയപ്പെടുത്താനായി വന്ന പ്രവാചകനാണ് യേശു ക്രിസ്തു. അതും അത് നിങ്ങളുടെ കിതാബില്, അത് നിങ്ങളുടെ കിതാബ് അവിടെ നിൽക്കട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഖുറാനാണോ ബൈബിളാണോ? ഇപ്പൊ ഖുറാനാണോ ബൈബിളാണോ എടുക്കണേ? അള്ളാഹുന്റെ വഞ്ചനയല്ലേ ഡിസ്കസ് ചെയ്യുന്നത് നമ്മള്. ഒരു മിനിറ്റ് ജോയി ബ്രദറെ, ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് ഖുറാനാണോ ബൈബിളാണോ എടുത്തേക്കണേ? ഒന്ന് പറഞ്ഞു. ബൈബിളിലും പ്രവാചകൻ തന്നെയാണ്. ബൈബിളിൽ എവിടെ അള്ളാഹു? അവിടെ നിക്ക് മഹർഷെ. പെടക്കല്ലേ. മോൻസി ബ്രദറെ ഒരറിയിപ്പ്. അതാ 10 പേരാണ്. 60 പേരുള്ളതില് 60 പേര്. അതിൽ 10 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്ന. 60 പേര്. എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് വിടണേ. അതെ, അച്ഛൻ കൊണ്ട് ഇങ്ങനെ എപ്പോഴും പറയിപ്പിക്കാന്ന് ഷെയർ ചെയ്തേ പ്ലീസ്. എല്ലാരും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി പറഞ്ഞോളൂ, ഇനി തുടങ്ങിക്കോളൂ. മഹർഷെ, മഹർഷി ഏതാ എടുത്തേക്കണേ? ബൈബിളാണോ ഖുറാനാണോ എടുത്തേക്കണെന്ന് പറഞ്ഞു. രണ്ടെടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒരു രണ്ടും എടുക്കണ്ട. രണ്ടിനകത്ത് എവിടെയാ? ഖുറാനകത്ത് എവിടെയാ? പ്രവാചകനാണ്. അല്ലല്ല, ബൈബിളിലെ പ്രവാചകൻ. ബൈബിളിലെ കാര്യം മഹർഷല്ലോ തീരുമാനിക്കുക. ഞാൻ ബൈബിളിലെ കാര്യം മഹർഷാണോ തീരുമാനിക്കുന്നത്? നിങ്ങളല്ലോ പറയണ്ടേ? ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാവും, ഞങ്ങൾ പറയും. ഇല്ല ഞങ്ങളോട് ചോദിച്ച് പഠിക്കാനാ. നിങ്ങളോട് മിണ്ടായിരുന്നു കേൾക്ക് പ്ലീസ്. ഇല്ല അള്ളാഹു ഞങ്ങളെയല്ലേ നീ 10:94 വായിച്ചേ. ഖുറാൻ 10:94 ഒന്ന് വായിക്കട്ടെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഖുറാൻ 10:94 ഒന്ന് വായിക്കട്ടെ മോൻസ് ബ്രദർ. ഒരു സെക്കൻഡ്. ഇല്ല ഖുറാൻ 10:94 പറഞ്ഞിരിക്കുന്നത്. സത്യം മിണ്ടാണ്ടിരുന്ന ഞാൻ വായിക്കട്ടെ. ഖുറാൻ വായിക്കുമ്പോൾ പേടിയാവുണ്ടോ? ഖുറാൻ വായിക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ? ഖുറാൻ വായിക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ? ഇല്ലെന്ന് വേണ്ടെന്ന്. അല്ല, അന്ന ബൈബിൾ ആണെങ്കിൽ ബൈബിൾ, അന്ന ബൈബിൾ മാത്രം. ബൈബിൾ ആണെങ്കിൽ ബൈബിൾ മാത്രം, ഖുറാൻ ആണെങ്കിൽ ഖുറാൻ മാത്രം. അതിൽ ഒരു സ്ഥലത്ത് നിൽക്ക് മഹർഷെ. മൈക്ക് ഓണാക്കി. ഒരു സ്ഥലത്ത് ബൈബിൾ ഓർ ഖുറാൻ ഏതാ പറ? അതന്നെ, ബൈബിളിലായാലും ഖുർആനിലായാലും യേശു വന്നത് സത്യദൈവത്തെ. ഞാനിത് താഴത്തേക്ക് ഇടൂട്ടോ. ബ്രദറെ, പിന്നെ എവിടെ ഖുറാനിൽ യേശു വരുന്നത്? പിന്നെ ഖുറാനിൽ എവിടെ യേശു ഉള്ള? യേശു എവിടെ ഖുറാനിലുള്ള?
ഒരു വേറെ വീട് സെക്കൻഡ്. മാത്രം വിളിച്ച് സംസാരിക്കാൻ പറയുന്ന. തിരിച്ച ആരാള്? മെഴുകേഷ് ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് ഖുറാന്റെ ഹദീസിന്റെ സീറത്തുലിന്റെ തഫ്സീറിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബൈബിൾ ആവശ്യം ഉണ്ടായിരിക്കാം, പക്ഷെ ടോപ്പിക് വൈസ് സംസാരിക്കുമ്പോൾ ബൈബിളിനെ കുറിച്ച് സംസാരിക്കാന്ന് വെറും ബൈബിൾ മാത്രം. നിങ്ങളുടെ വിഷയം സംസാരിക്കാന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം എടുക്കും. ദാറ്റ്സ് ഓൾ. അല്ലാതെ അവിടെ നിൽക്കുന്ന ഇവിടെ രണ്ട് തോണിൽ യാത്ര നടക്കത്തില്ല എന്റെ സഹോദര. ഒന്നുകിൽ നേരായ പാതയിൽ, അല്ലെങ്കിൽ തെറ്റായ പാതയിൽ, അല്ലെങ്കിൽ പകൽ മതലബ് ഒരു ഒരു എന്ത് പറയുന്ന ഒരു ലൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡാർക്ക് ആയിരിക്കണം. ഇത് രണ്ട് സംഭവം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ഖുറാൻ എടുക്കുവാന്ന് ഖുറാൻ വെച്ച് സംസാരിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ ബൈബിൾ വെച്ച് സംസാരിക്കാന്ന് ബൈബിൾ വെച്ച്. ദാറ്റ്സ് ഓൾ. മനസ്സിലായല്ലോ? എന്താ സിമ്പിൾ. അതെ, എന്താ പറയാനുള്ളത് പറഞ്ഞു. ബൈബിൾ ഓർ ഖുറാൻ? ബൈബിൾ വായിക്കുകയാണെങ്കിൽ ഏതൊരു മുറിവാചകങ്ങൾ ഏതൊരു വായിക്കരുത്, മുഴുവൻ വായിക്കണം. അദ്ദേഹം അതെ. തെറ്റിദ്ധരിപ്പിച്ചു, ചെറുകമ്മ കയറിപ്പോയി, അങ്ങോട്ട് കയറിപ്പോയത് നിങ്ങളുടെ ബുറാക്കിന്റെ അല്ല പുറത്തൊന്നല്ല കയറിപ്പോയത്. മനസ്സിലായല്ലോ? സാത്താന് പിന്നെ ഈ 40 ദിവസം എവിടെ കൊണ്ട് വെച്ചു? ആവോ, നീ വായിക്ക്, ബൈബിളല്ലേ തെളിവ്, ബൈബിൾ വായിക്കടാ. നിങ്ങൾ അതെ ടോപ്പിക്കിൽ അതെ ലൂക്കോസ് സംസാരിക്കുക. 4:5 അതിനെല്ലാം വായിച്ചോ. ഉത്തരം വേറെ തന്നിട്ടുള്ളത് ഈ കേരള പ്ലീസ്. ജിബോർ ബ്രദറാണ് മോഡിയോ ആരെങ്കിലും ഒന്ന് മോഡിയോ ഇല്ല ഇടയ്ക്ക് കേരള ആരും. ഞാൻ ഇടയ്ക്ക് ആയിക്കോട്ടെ, ശരി ശരി. മെഴുകേഷിനൊന്ന് ഓക്കെ. ഇടയ്ക്ക് ഇത് മോൻസി ബ്രദറെ മോഡ് ചെയ്യുക. ആരെ സംസാരിക്കുന്നത് സംസാരിക്കുക. ഇപ്പം അലി പാസ്റ്ററും പുള്ളിയെ സംസാരിച്ചോണ്ട് അതിന്റെ ഇടയ്ക്ക് പുള്ളി ഇതിനകത്ത് കയറി വീണപ്പോ ഞാൻ ഇനി എടുത്തതാ ബൈബിളിലെ കാര്യം. അലിബാസ് സംസാരിക്കുക. അലിബാസ് സംസാരിക്കുക. മെഴുകേഷ് യുവർ ടോൺ. മെഴുകുവാന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അതാണ് അത് ഇട്ട് പിടിച്ചത്. എല്ലാവരും മെഴുകുക. പിന്നെ മെഴുകേഷ് പാവം മദ്രസ. അല്ല എം- അല്ല അല്ല ഗിബേർ ബദറെ, മോഹൻസ് ബദർ സംസാരിക്കും. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കും. ഗിബേർ ബദർ ഒന്ന് മോഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മോഹൻസ് ബദറും മെഗരേഷും കൂടെ സംസാരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ തീരുമാനിക്കുക, ഖുറാൻ ഓർ ബൈബിൾ. ബൈബിളിലെ യേശുവോ ഖുറാനിലെ ഈസാ നബിയോ? ഏതാന്ന് മഹർഷി തീരുമാനിക്കും. സോറി, നീ എന്ന് പറയാൻ പോകും. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ഈസാ നബി ഖുർആൻ തന്നെ പവർഫുൾ. ആണോ? അത് മറ്റേ കുരിശിൽ മരിച്ചല്ലേ? ഇത് ഇത് ഒരു കുട്ടിക്ക് തൊടാൻ പറ്റിയില്ല ഖുർആൻ താളെ. ആർക്കാ? ശരിയാ, കുട്ടിക്ക് തൊടാൻ പറ്റിയില്ല, പക്ഷെ വന്ന് ഊതി ഉണ്ടാക്കിയിട്ട് പോയിട്ടത് ആരാന്നറിയില്ല ഇപ്പോഴും. അപ്പൊ ഖുറാൻ തീരുമാനിച്ചോ? ഖുറാൻ ഫിക്സ് ചെയ്തോ? ഖുറാൻ ഫിക്സ് ചെയ്തോ? ഖുറാൻ ഫിക്സ് ചെയ്തോ? ഖുറാൻ ഫിക്സ് പവർഫുൾ ആണ്. ഖുറാൻ ഫിക്സ് ചെയ്തോ? ഈസാ നബിനെ കുറിച്ച് പറയാനല്ലേ? ഇനി ബൈബിളിലെ യേശുവിനെ എടുക്കില്ല. ഇനി ഖുറാൻ തുടങ്ങിയ ഖുറാനിലെ ഈസാ നബി മാത്രം. അടുത്തോളൂ. ഇനി ഇവിടുന്ന് യേശു ഒന്നും ഒരു അക്ഷരം മിണ്ടി പോരുത്. ഞങ്ങൾ എന്തും വിളിക്കും. മലയാളത്തിൽ യേശു, അറബിയിൽ ഈസ, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഞാൻ പറയാം, ബൈബിളിലെ ഈസെന്ന് പിന്നെ എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾക്ക് വിളിക്കാം. ഈസെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയ പോലെ അയക്കാം. നിങ്ങൾക്ക് തോന്നിയ വിശ്വാസമാണോ? അല്ല മേരിഷ, ഞാൻ ഒരു കാര്യം സ്നേഹമായിട്ട് പറയുക. നിങ്ങളുടെ മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോ ഈസാ നബി യേശു എന്നാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ആ ഒരു മദ്രസയിലെ ഒരു 1 മുതൽ 10 വരെ, 1 മുതൽ 12 വരെ ക്ലാസ്സിൽ ഒരു പുസ്തകം കണ്ടിട്ട് അതില് മലയാളത്തിൽ കാണില്ല. യേശു എന്ന് ഈസ എഴുതിയേക്കുന്നത്. ഒന്നാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഉടായ്പ വേണ്ട. അത് ഊടായ്പാണ്. നിങ്ങൾക്ക് യേശുവിന്റെ പിൻബലമില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അത്ര തക്കിയ നോണയന്മാര്. വേണ്ട. യേശുവിനെ നിങ്ങളുടെ വലിയ തുമ്പത്തുള്ളവരെ ചവിട്ടി മെഴുകാമെങ്കിൽ മെഴുകേശ് വലിയ വിഷയമാണ് ഞങ്ങൾക്ക്. അതല്ല ഒരു വിഷയമല്ല. ജിബോറച്ച. ഇവിടെ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ യേശു എന്ന് എഴുതിയിട്ടുണ്ടോ? യഹോഷുവ എന്ന് എഴുതിയിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് പറ. ഇവിടെ ഈസാ നബി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകനാണ്. അവനെ കുറിച്ച് പറ, അവരെ കുറിച്ച് പറ. ദാറ്റ്സ് ഓൾ. അതാ പറയുന്നത്, ഞങ്ങൾക്ക് വ്യക്തമാണ്. ഈ ലോകത്ത് ഒരാളെ മെഴുകേശ് നിർത്തി മതപ്രസംഗം നിർത്തി. ഈസാ നബിയാണ്. മഹർഷി മതപ്രസംഗം നിർത്തി. ഈസ അല്ല, ഒരു മിനിറ്റ്, ഒന്നും ക്ലിയർ ചെയ്ത് കൊടുത്തരാ. അറബിയിൽ എന്തായാലും യാസു എന്നാണ്, ഈസ എന്നല്ല. ഏത് യാസു? ഈസ എന്ന് പറഞ്ഞ നിങ്ങളെ ഏതോ വേട്ടാവളെ എന്തോ വിളിച്ചു പറഞ്ഞാണ്. യാസു എന്നാണ് അറബി ബൈബിളിൽ. ഏത് യാസു? ഏത് യാസു? യാസു യേശുവിന് അതോ അങ്ങനെ അറബിയിൽ പറയാ. നിങ്ങളെ വേട്ടാവളെ എന്തോ വിളിച്ചു പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അതാ പറയുന്നത് ബൈബിളിൽ അറബി ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. അറബി ക്രിസ്ത്യാനികൾ യേശുവിനെ യാസു എന്നാണ് പറയാ. എഫ് എസ് തീരുമാനം ഉണ്ടാക്കി. എഫ് എസ് അവിടെ പറഞ്ഞ ഇൻസൾട്ട്, ഇവിടെ ആരും ഇൻസൾട്ട് ചെയ്യുന്നല്ല. ഇതുപോലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്തോ ചെയ്യുന്നത്? എഫ് എസ് ഇങ്ങനെ കയറുക, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ആരാ സംസാരിക്കേണ്ടത്? എഫ് എസ് വന്ന് തീരുമാനിക്കുന്ന. ഖുറാനിലാണോ എടുക്കണ്ടേ? അതിന് ഉത്തരവില്ല. ബൈബിളാണോ? രണ്ടും എടുക്കുക. രണ്ടും എടുത്തിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. 2 വഞ്ചിയിൽ കാല് വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഊരയും കുത്തി വെള്ളത്തിൽ വീഴും. ഏതെങ്കിലും ഒന്ന്. അത് മഹർഷി പറ. നിങ്ങൾക്ക് ഇഷ്ടം എടുത്തോളൂ. ഞങ്ങളുടെ ഇഷ്ടം മഹർഷിന്റെ അടുത്ത് ഇപ്പൊ എന്ത് പറഞ്ഞേ? ഞങ്ങൾക്ക് ബൈബിള് മാത്രം മതി.
ആ ഞങ്ങൾക്ക് വേറെ ലോകത്തുള്ള ഒരു ഗ്രന്ഥവും നിങ്ങളുടെ ഒരു അല്ലാഹും ഒരു പ്രവാചകനും ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഫിനിഷ്. എന്റെ പക്ഷെ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഖുർആനിൽ ഒരു ആ പറഞ്ഞത് അങ്ങനെയല്ല. ക്രിസ്ത്യാനിക്ക് ഒരു മിനിറ്റ്, ഒരു ക്രിസ്ത്യാനിക്കും ഈ ലോകത്തുള്ള ഒരു ക്രിസ്ത്യാനിക്കും നിങ്ങളുടെ ഖുറാനോ നിങ്ങളുടെ കിതാബുകളോ വേണ്ട. ഈ അലി പാസ്റ്റർ 27ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം വിട്ടിട്ട് ക്രിസ്തു മതത്തിൽ വന്നതാ. ഈ അലി പാസ്റ്ററിന്റെ അടുത്ത് ഒരു ഖുറാൻ എടുത്തോണ്ടോ നടക്കുന്നത് ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്ന് ചോദിച്ചു അല്ല വേർഷം അത് ഒന്ന് അപ്പൊ ചോദിച്ചു. നിങ്ങൾ അലി പാസ്റ്റർ അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം ഒന്ന് കൊടുത്തേ. അല്ല ജിബോറച്ച നിങ്ങൾ ജൂതന്മാരെ ഗ്രന്ഥം ചോദിച്ചോളൂ, എടുക്കൂലേ എന്താ പഴയ എന്താ മറുപടി വേണ്ടത്? ഞാൻ പറഞ്ഞ 27ാമത്തെ വയസ്സ് വരെ അലി പാസ്റ്റർ ഖുറാൻ കൊണ്ട് നടന്നു, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് നടന്നു. അതെ അതെ അതെ, ക്രിസ്ത്യാനി ആയ പിന്നെ അലി പാസ്റ്ററിന് ഖുറാൻ അവരുടെ ഗ്രന്ഥങ്ങളുടെ ആവശ്യമുണ്ടോ? ഖുർആന്റെ ആവശ്യമില്ല, ബൈബിളെ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ മാത്രമാണ് നമ്മൾ ഖുർആൻ എടുക്കുന്നത്. എന്റെ പൊന്നെ അതല്ലാതെ അതായത് നിങ്ങൾ മനുഷ്യൻ ഡയപ്പറൊക്കെ നമുക്ക് ജൂതന്മാരെ പോയി അല്ലേ മാറ്റിയിട്ട് നമ്മളെ മദ്രസയിലുള്ള വിശ്വാസപ്രകാരം നമുക്ക് ഡയപ്പർ മാറ്റി ആ വെളിച്ചെണ്ണൊക്കെ തുടച്ചിട്ട് വാ.